എനിക്കവിടെ ഇവരൊക്കെയാണ് ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകൾ, ഇവർ സംസാരിക്കേണ്ട ആളുകൾ എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയെക്കുറിച്ച് എനിക്കുള്ളത് രാജാകൃഷ്ണനെ പോലെ ഒരാള് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗണ്ട് മിക്സ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇവരൊക്കെയാണ് സിനിമയെ കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇതിലൊരു എന്താ പറയണമെന്ന് അറിയത്തില്ല, ഇതൊരു പ്രത്യേകതയുള്ളൊരു സിനിമയാണ്. ഇത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോഴേ ഞാൻ റോസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായി കണക്റ്റായ സിനിമകളിൽ ഒന്നാണ്. എല്ലാവരും 100% കൊടുക്കുക, ഒരു സിനിമയിലേക്ക് ഇൻപുട്ട് ഇടുക എന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കാത്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇതിലുള്ള എല്ലാ ആർട്ടിസ്റ്റും ഒന്നൊന്നെടുത്ത് പറയാൻ പറ്റുന്ന വിധത്തിൽ അവരുടെ പെർഫോമൻസ് 100%ലായിരുന്നു. ഞാൻ ബാബുചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് അത്. എത്ര പറഞ്ഞാലും മതിയാവില്ല. അഞ്ജു ഡൺ എ ബ്രില്യൻറ്റ് ജോബ്. ഞാൻ എപ്പോഴും എനിക്ക് ആദ്യത്തെ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും പ്രതീക്ഷകൾ കൂടുതലാണ്. എപ്പോഴും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ആദ്യത്തെ ഡയറക്ടേഴ്സിൻ്റെ എല്ലാ സിനിമയും പലപ്പോഴും ദേ കം വിത്ത് ലോട്ട് ഓഫ് ഡ്രീംസ്. ആ സ്വപ്നങ്ങൾ മുഴുവൻ, ആ സിനിമയിൽ കണ്ട പാഷൻ മുഴുവനും അതിലേക്ക് 100% കൊടുത്തിട്ടായിരിക്കും ആ സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് വൻ വിജയമായി മാറുമെന്ന് ഞാൻ 100% പ്രതീക്ഷിക്കുന്നു. അതെല്ലാ പ്രാർത്ഥനകളും. ആൻഡ് താങ്ക് യു ഫോർ ബീയിങ് മീ ഇൻ ദിസ് ടീം. ആക്ച്വലി താങ്ക് യു സോ മച്ച്. ഏറ്റവും സത്യസന്ധമായി അഭിപ്രായം പറയുന്ന ഒരാളാണ് ശ്രീ രാജകൃഷ്ണൻ. ഒരു സിനിമ നമ്മൾ ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ മിക്സ് ചെയ്യാൻ കൊടുത്താൽ അദ്ദേഹമാണ് ആ സിനിമ ചെയ്യേണ്ടത്, മിക്സ് ചെയ്യേണ്ടത്. അദ്ദേഹം പക്ഷേ സിനിമ വർക്കായില്ലെങ്കിൽ എനിക്ക് വർക്കായില്ല, അവിടെ കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സത്യസന്ധമായിട്ട് അദ്ദേഹത്തിനോട് വളരെ അടുപ്പമുള്ള ഡയറക്ടേഴ്സിനോട് ഇത് കുഴപ്പമാണെന്ന് പറയുന്നൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഡോൺ സിനിമ കണ്ടത്, ഈ അടുത്തിടെയാണ് ഡോൺ കണ്ടത്. അപ്പൊ ഡോൺ ഈ സിനിമയുടെ യാതൊരു ചരിത്രവും അറിയില്ല. ഡോൺ സിനിമ കണ്ടിട്ട് സിനിമ ട്രെയിലർ എഡിറ്റ് ചെയ്തു. ഡോൺ എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഷൈൻ ചേട്ടൻ ആക്ച്വലി ട്രെയിലറിന് വേണ്ടി ഫുട്ടേജ് തരുന്നു, ഞാൻ മൂവി കാണുന്നു, അനന്തിനെ വരുന്നു. ഞാനൊരിക്കലും ഇങ്ങനെ ഒരു ഫിലിം എക്സ്പെക്ട് ചെയ്തില്ല, പ്രത്യേകിച്ചൊരു ഫീമെയിൽ ഡയറക്ടർ. കാരണം ഇതൊരു ഭയങ്കര ഇമോഷണൽ കണ്ടന്റ് ഓറിയന്റഡ് ഫിലിമാണ്. ഇതിനകത്തൊരു ഡ്രാമയുണ്ട്, ക്രൈം ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പം ബാബുരാജേട്ടനെ നമ്മളെ ഇതേവരെ കാണാത്ത ഒരു ബാബുരാജേട്ടനെ ഈ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എല്ലാവരും ഓരോ സിംഗിൾ ക്യാരക്ടേഴ്സ് വരെ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എപ്പോഴും നമുക്ക് വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് തിയേറ്ററിൽ എല്ലാവരും മിസ് ചെയ്യും, OTT വരുമ്പോൾ കാണാം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. ഇതിന്റെ സിനിമാറ്റോഗ്രാഫി, ഇതിന്റെ എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ, ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. അതുകൊണ്ട് ദയവേത് എല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ട് ഈ മൂവിയെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഭയങ്കര പാഷനേറ്റ് ആയിട്ട് സിനിമ കാണുന്ന ഒരാളാണ്. സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന ആളെ ചിലപ്പോൾ നമ്മൾ ഇതുപോലുള്ള ചടങ്ങുകൾ, ഫംഗ്ഷനിലൊന്നും മുന്നിൽ നിന്ന് അവർ സംസാരിക്കാറില്ല. പക്ഷെ ഒരു സിനിമയുടെ സൗണ്ടിന് അത് കാഴ്ചയും കേൾവിയും കൂടെ ചേരുമ്പോഴാണല്ലോ സിനിമ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന തിയേറ്ററിൽ. ഓരോ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സൗണ്ട് ഡിസൈനറാണ് ശങ്കർ, അവാർഡ് വിന്നറാണ്. ശങ്കറിന്റെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഒരു സിനിമയ്ക്ക് ശങ്കർ തരുന്നത്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഈ സിനിമയെ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ വിളിച്ചത്. ശങ്കറിനും കൂടെ എന്താ പറയാനുള്ളത് നോക്കാം. പറയാനുള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക, തിയേറ്ററിൽ എൻജോയ് ചെയ്യുന്ന സിനിമ. സൗണ്ടിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. നമ്മൾ സാധാരണ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനവിടെ ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട്. അപ്പം ആനന്ദിനിയും സ്വരൂപവുമാണ് അത് ആക്ച്വലി ഒരു ക്യാമറമാനാണ് ഒരു ഡയറക്ടർ എന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആത്മാവ് കൊടുക്കേണ്ടത്. വിഷ്വലി ഫൈറ്റ് ചെയ്ത് സ്വരൂപ വിഷ്വൽസ് ഉണ്ടാക്കുന്നത്, സിനിമയുടെ വിഷ്വൽസ് ഉണ്ടാക്കുന്നത് ഞാനത് കണ്ട് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കവിടെ സ്വരൂപിനും ഒരു വിശ്വസിച്ചില്ല. എന്നെ ഇവിടെ വിളിച്ചു വരുത്തി 2 വാക്ക് സംസാരിക്കണമെന്ന് പ്രതീക്ഷിച്ചില്ല. ആനന്ദിനി ബാലനോട് ആദ്യമേ പറഞ്ഞത് എല്ലാ ഫ്രെയിമുകളും ഒരു പെയിന്റിങ് പോലെ ഇരിക്കണമെന്ന്. അപ്പോഴേ ഞാൻ പറഞ്ഞു വേറെ ആളെ നോക്കി ഞാനില്ലാന്ന് പറഞ്ഞത്.
പക്ഷെ ഇവരെന്നെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഞാൻ ആസ്വദിച്ച് പണിയെടുത്തു. എല്ലാരെയും പോലെ തന്നെ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ സൗണ്ട് ഇല്ലാണ്ടാണ് ഞാൻ ഇപ്പൊ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രെയിനിങ് ടൈമിലൊക്കെ. പക്ഷെ അത് ബോറടിക്കണല്ല, നമ്മളിത് എൻഗേജ്ഡ് ആണ്. ആ സിനിമ ഒരു കോർത്തിണക്കി ഇങ്ങനെ ഒരു സ്മൂത്തായിട്ട് നമുക്ക് കണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ഇവരോടൊക്കെ തന്നെ ഇവിടെ നിൽക്കാൻ പറ്റുന്നത് എനിക്ക് വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. ലാലുവേട്ടനെ തന്നെ ഒരു പരസ്യം ഞങ്ങൾ കുറച്ചു മുമ്പ് അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. എനിക്ക് മൈക്ക് കൈ കെട്ടിക്കഴിഞ്ഞാൽ സംസാരിക്കുന്ന ആളാണ്, പക്ഷെ എനിക്ക് മൈക്ക് കൈ കെട്ടിക്കഴിഞ്ഞാൽ പണിയാ. ഒരു ക്യാമറ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു. താങ്ക് യു. ഇതൊരു ശ്രീ ജോബി സാർ പറഞ്ഞ പോലെ ഒരു സ്ത്രീ സംവിധാനം ചെയ്ത, ഒരു സ്ത്രീ ലീഡ് റോളിൽ അഭിനയിച്ച, അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ ആയിട്ട് ഇതിനെ ആരും കണ്ടിട്ടില്ല അല്ലേ? ഈ സിനിമ ഇതൊരു സിനിമാറ്റിക് സിനിമയാണ്. അതൊരു ഫിലിം മേക്കർ, ആനന്ദിനി ബാല എന്നുള്ള ഫിലിം മേക്കറിന്റെ, ഹണി റോസ് എന്ന ആക്ടറിന്റെ ഒരു സിനിമ. അതിന് മഞ്ജു എന്ന് പറയുന്ന പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിന്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഒരു സിനിമയായിട്ട് യാതൊരുവിധ പരിഗണനയും ഇവർക്ക് കൊടുക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. അത്തരത്തിൽ സിനിമയായിട്ട് തന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടിട്ട് ആളുകൾ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയട്ടെ, വിമർശിക്കുന്നെങ്കിൽ വിമർശിക്കട്ടെ അല്ലേ? ആ സത്യസന്ധമായ സിനിമയ്ക്ക് എപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. അതിന്റെ വിജയപരാജയങ്ങൾക്ക് ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. നമ്മൾ അധികം പറയുമ്പോൾ ഇതുപോലെ സിനിമയെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ സിനിമയെ കുറിച്ച് തള്ളി എന്ന് പറയും. പക്ഷെ അത് തള്ളിയതല്ല, സിനിമയെ കുറിച്ച് സത്യസന്ധമായി തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. ബാദുഷാ പറയാനുള്ളത് പറഞ്ഞു. ബാദുഷ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, ബാദുഷ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ വർഷങ്ങളുടെ പരിചയമുള്ള ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ടായിരിക്കാം ബാദുഷയ്ക്ക് സിനിമയ്ക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് ബാദുഷ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ബാദുഷ കൊടുക്കും. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ആനന്ദിനെ പോലെ ഒരു ഫീമെയിൽ ഡയറക്ടറാണ് ഡയറക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണത് എന്ന് ബാദുഷ ചോദിച്ചതായിട്ട് ഞാൻ, ലൈറ്റ് വേണോ, സ്വരൂപൊക്കെ വലിയ ലൈറ്റ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ബാദുഷ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഷൂട്ടിന് യാതൊരു ബുദ്ധിമുട്ടും ബാദുഷ വരുത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല. നിങ്ങൾ എന്താണ് അത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഒരു ഡയറക്ടറെ മാനിക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കാം അത് ചെയ്യുന്നത്. ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസ് സിനിമയിൽ പ്രൊഡക്ഷൻ മാനേജറിൽ നിന്ന് തുടങ്ങി, ആദ്യം പ്രൊഡ്യൂസറായിട്ട് ചെറിയ രീതിയിൽ വന്നു, പിന്നെ പ്രൊഡക്ഷൻ മാനേജറിൽ തുടങ്ങി പ്രൊഡക്ഷൻ കൺട്രോളറായി, അവിടെ നിന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി, ലൈൻ പ്രൊഡ്യൂസറായി, പിന്നെ പ്രൊഡ്യൂസറായി. അപ്പോൾ ഇത്രയും നാളായിട്ട് നിൽക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ടെക്നീഷ്യൻ എന്ത് വേണം എന്നുള്ളത് അവർ പറയുമ്പോൾ അതിൻ്റെ അത്യാവശ്യം എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാകും. ഞാൻ ആദ്യമേ തന്നെ ഇവരോടൊക്കെ പറയുമായിരുന്നു, ആവശ്യമുള്ളത് എന്നോട് ചോദിക്കാൻ പാടുള്ളൂ, ആവശ്യമുള്ളത് മാത്രമേ ഇവർ ചോദിച്ചുള്ളൂ. അങ്ങനെ സ്വരൂപിനും ബലൂൺ ലൈറ്റ് മാത്രം കൊടുക്കാൻ പറ്റില്ല, ബാക്കി എല്ലാം കൊടുത്തിട്ടില്ല. ഇനി ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും ഒന്നും